ആ അപ്പോൾ ഞാനിപ്പോൾ 11:30 അപ്പോൾ ലൈവിൽ വന്നത് ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഒരു പ്രവാസികളുടെ ചില അവസ്ഥകൾ പറയാൻ പോവാണ്. ചില ആൾക്കാർ ഇവിടുന്നൊക്കെ കടം വാങ്ങിയിട്ട് ഗൾഫിൽ പോകും. എന്നിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും മെച്ചപ്പെടുത്താനാണ് പോവുക. പക്ഷേ അവിടെ എത്തിയാലും അവർ കടം തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഗൾഫിൽ പോയിട്ടൊന്നുമില്ല, പക്ഷേ പലരും അനുഭവം പറഞ്ഞവരോട് പറയാണ്. എങ്ങനെ ഇവിടുന്ന് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഗൾഫിലേക്ക് എത്തിപ്പെടുക. അവിടെ ചെന്നാലോ ചിലപ്പോൾ അതിലും വലിയ കഷ്ടപ്പാടായിരിക്കും. അങ്ങനെ അവർ അവിടെയും കടായി, പിന്നെ ഇവിടെയും കടായി, നാട്ടിലും കടായി, അങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെയുള്ള എത്രയോ ആൾക്കാരുണ്ട്. അത് പറഞ്ഞു തന്നുള്ളൂ. കാരണം ചില ഗൾഫുകാരുടെ അവസ്ഥ പറഞ്ഞു തന്നുള്ളൂ. ചിലർക്ക് അവിടെ മെച്ചമുണ്ടാവും കേട്ടോ, ഒരാൾക്ക് മെച്ചമുണ്ടാവും. ചില ആൾക്കാർ ഇങ്ങനെയും വരാറുണ്ട്. ഇവിടുന്ന് ചിലപ്പം അവിടുന്നൊക്കെ പൈസ ഒക്കെ ആരോട് കടമായിട്ടായിരിക്കും ചിലപ്പം പെണ്ണുങ്ങൾ പണ്ടം വെച്ചിട്ടും പിന്നെ എല്ലാതൊക്കെ പാടെയും ഗൾഫിൽ എത്തുക, ഇങ്ങനെ രക്ഷപ്പെടട്ടെ വിചാരിച്ചിട്ട് അവിടെ പൈസ വായ്പ വാങ്ങി, അവിടെ പല ആൾക്കാരും വാതിൽ മുട്ടി പൈസ ഒക്കെ വായ്പ വാങ്ങി അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടായി ഗൾഫിലെത്തുക. അവിടെ എത്തിയിട്ടോ ചിലപ്പോൾ മെച്ചപ്പെടാൻ കഴിയാതെ, രക്ഷപ്പെടാൻ കഴിയാതെ അവിടെ അതിനും വലിയ കടത്തിൽ കൊടുക്കുക. അങ്ങനത്തെ ഗൾഫുകാരുണ്ട്. അവരുടെ അവസ്ഥ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചത്. ഞാനിപ്പോൾ അങ്ങനെ ഗൾഫിലെത്തിപ്പെട്ട് അങ്ങനെ ഇവിടുന്ന് കഷ്ടപ്പെട്ട് ഗൾഫിലെത്തി. അവിടെ നിന്നും പിന്നെയും കടവും കഷ്ടപ്പാടും ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. അതിങ്ങനെ പങ്കുവെച്ചെന്നുള്ള ഞാനും സ്വീപ്പായിട്ട് ഞാൻ ഗൾഫിൽ പോയിട്ടില്ല. പക്ഷേ അത് എനിക്കങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും എന്നെ മനസ്സിലാക്കാണ്. അതുപോലെ ആയിരിക്കില്ല മറ്റുള്ളവർക്കും വരുന്ന ഈ മാനസികാവസ്ഥ. എന്നിട്ട് അവർ പിന്നെ നാട്ടിലേക്ക് പോരുക. എന്നിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് വീണ്ടും പണിയെടുത്ത് പിന്നെ ആൾക്കാർ ചോദ്യം ഉണ്ടാവും, ഈ ഗൾഫിൽ പോയിട്ട് എന്തായി? ആൾക്കാർ കുത്തുവാക്കുകളും ചോദ്യങ്ങളൊക്കെ വരും. ഈ ഗൾഫിൽ പോയിട്ട് തന്നെയോ, രക്ഷപ്പെട്ടില്ലേ? ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ പലരും ചോദിക്കും, ഈ ഗൾഫിലല്ലേ ഇനിയോ, രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലേ? ചിലപ്പോൾ സ്നേഹം നിൽക്കും ചോദിക്കും. ചിലപ്പോൾ അവനെ ഇതാക്കാൻ വേണ്ടിക്കും, നീ ഗൾഫിൽ പോയിട്ട് എന്തായി എന്നുള്ള ഒരു ഇളക്കി ചോദ്യം ഉണ്ടല്ലോ, അതൊന്നും ആൾക്കാരിൽ നിന്നും ഉണ്ടാവും. ചിലർ സാധാരണ നിൽക്കും ചോദിക്കും കേട്ടോ. ഇതൊക്കെ ഞാൻ ചില ഗൾഫുകാരുടെ അവസ്ഥ പറയാണ്. ഇത് ശരിയല്ലേ? അപ്പോൾ ചില ഗൾഫുകാരുണ്ട് ഇവിടെ പോയിട്ട് ഇവിടെ എല്ലാം കുടുംബക്കാർക്ക് വേണ്ടി ചിലവഴിക്കും. കല്യാണം കഴിക്കാൻ മറന്നു പോയവരുണ്ട്. അതുപോലെ പിന്നെ കുടുംബത്തിന് വേണ്ടി പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ച് ലാസ്റ്റ് ബനിക്കൊന്നാകുമ്പോഴത്തേനോ ബന് എന്തായിട്ടുണ്ടാവും, ബനിക്കൊന്നും ബാക്കി ഉണ്ടാവില്ല. മറ്റേ പെങ്ങളെ കെട്ടിക്കാൻ ഒത്ത നല്ല കാര്യം. ചിലരിട്ടോ ചിലർ കാര്യമാണ് പറഞ്ഞത്. ചിലരോ വളരെ ആർത്തായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. ഇനി അതുപോലെ തന്നെ ചിലപ്പം മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി സ്വത്തുകളൊക്കെ വാങ്ങിയിട്ട് കൂട്ടി ലാസ്റ്റ് ഗൾഫിൽ നിന്നോട് വരും. ചിലപ്പോൾ ലാവൻ പ്രവാസി ജീവിതം മതിയാക്കിയാക്കി ഇങ്ങോട്ട് വരിക. അപ്പോൾ ചിലപ്പോൾ നാട്ടിൽ ചിലപ്പോൾ അവർക്കൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. അങ്ങനത്തെ പ്രവാസികളുണ്ട്. തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവും. കാരണം അവൻ്റെ ഒക്കെ സ്വത്ത് ചിലപ്പോൾ ഭാര്യൻ്റെ മക്കളും ഒക്കെ ആയിക്കാണ്ട് അങ്ങനെ തൂർത്തടിച്ച് വരുമ്പോൾ പോയിട്ടുണ്ടാവും. അവരെല്ലാം നിലക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ അവന് ചിലപ്പോൾ സുഖമില്ലായ്മ ഇപ്പം പ്രവാസി ജീവിതം മതിയാക്കി വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി നാട്ടിൽ വരിക. പക്ഷെ അങ്ങനെ വരുന്ന നല്ല ആൾക്കാരുണ്ട്. അവരെ നല്ല ഒരുപോലെ നോക്കുന്ന മക്കളുണ്ട്, ഭാര്യമാരുടെ ഒക്കെ ഉണ്ട്. അതുപോലെ എങ്ങനെയുണ്ട്, ഇങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഇത് വെച്ച് പറയാണ് അത് നടക്കുന്ന സംഭവങ്ങളെ. അപ്പോൾ അതാണ് ഗൾഫ് എന്നാൽ വളരെ മെച്ചമുള്ള കാര്യമാണ്. ഒക്കെ തന്നെ അതേസമയം കഷ്ടപ്പാടുണ്ട്. അവിടെ ഇവിടുത്തെ മോളുകളിൽ വളരെ കഷ്ടപ്പെട്ട് അവിടെ പണിയൊക്കെ എടുക്കുന്നത് കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട്. വീടും നാടും വിട്ടുകൊണ്ട് ഗൾഫിൽ പാട്ടുണ്ട്. അപ്പോൾ സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി കുടുംബത്തെ നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നല്ല കഷ്ടപ്പെട്ടവർ ഒരുപാടുണ്ട് കേട്ടോ. ഗൾഫ് നമുക്ക് വിജയം തന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേസമയം ഇങ്ങനെ കഷ്ടപ്പെട്ടവരുണ്ട് എന്ന് പറയാം. ചിലപ്പോൾ അവിടെ എത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അറബികളൊക്കെ ചിലപ്പം പിന്നെ പാടി മേയ്ക്കുന്ന പണിക്കാണെങ്കിൽ അവിടെ കഷ്ടപ്പാടിലായിരിക്കും അവൻ ചെന്ന് പെടുക. അപ്പോൾ ചിലപ്പം മരുഭൂമിയിലായിരിക്കും. ചിലപ്പോൾ നാട്ടിൽ വരാനോ അല്ലെങ്കിൽ ഫോൺ ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ പെട്ടു പോകണമല്ലോ ഉണ്ട് ഗൾഫിൽ ചെന്നിട്ടേ. എങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. അങ്ങനത്തെ ചില അറബികളെ കീഴിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടൊക്കെ അവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. സിനിമകൾ പലതും ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിനെ പറ്റിയില്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് പറഞ്ഞു. ഞാൻ ഗൾഫുകാരുടെ അവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. മെച്ചപ്പെട്ടവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതാണ് ഗൾഫിലേക്ക് ഉള്ള ഗൾഫ് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞത്. ഗൾഫ് കൊണ്ട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളും ഉണ്ട് ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ
ഒരുപാട് പറയാനുണ്ട്, ഒക്കെ പറയാൻ എനിക്ക് കഴിയുന്നില്ല. വല്ലാതെ കൂടുതലൊന്നും ഇത്ര പറഞ്ഞതേ. അപ്പോൾ എല്ലാ ഗൾഫുകാർക്കും അവരുടെ കഷ്ടപ്പാടൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ തീരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുള്ള വിഷമങ്ങളൊക്കെ ഉള്ളവർക്ക് അത് തീർത്ത് കൊടുക്കട്ടെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചേ പറയുള്ളൂ. ഓക്കെ.